നെക്സ്റ്റ് ലെസൺ മേരേ ലാൽ സൂർദാസിൻ്റെ ഒരു പോയമാണ്. ഇതിൻ്റെ അകത്ത് കവി യശോദയുടെ മകനായ അതായത് ശ്രീകൃഷ്ണൻ്റെ പല്ലുകളെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. പോയമിന് സുതമുഖ് ദേഖി യശോദ ഫൂലി, ഹർഷിത് ദേഖി ദൂത് കി ദന്തിയാം പ്രേമ മഗ്ന തനു കി സുധി ഭൂലി. അതായത് സ്വന്തം പുത്രൻ്റെ സുന്ദരമായ മുഖം കണ്ട് യശോദ യശോദയുടെ മകനാരാണ്? ശ്രീകൃഷ്ണന്. ആഹ്ലാദത്തോടെയുള്ള മകൻ്റെ പല്ലുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ലാളനകളിൽ മുഴുകിയ യശോദ സ്വയം മറക്കുകയാണ്. ബാഹ് തേ തബ് നന്ദു ഭുലായേം ദേഖോ ദൗ സുന്ദർ സുഖദായേം. അപ്പോൾ അവർ പുറത്തു നിൽക്കുന്ന ഭർത്താവായ നന്ദഗോപരെ വിളിച്ചിട്ട് മകൻ്റെ സുന്ദരങ്ങളായ സുഖം തരുന്ന രൂപം കാണാൻ പറയുകയാണ്. നന്ദഗോപനാണല്ലോ കൃഷ്ണൻ്റെ അച്ഛൻ. അപ്പം പുറത്തു നിൽക്കുന്ന അച്ഛനെ വിളിച്ചിട്ട് മകൻ്റെ സുന്ദരമായ പാൽപ്പല്ലുകൾ വന്നിരിക്കുന്നു, കുഞ്ഞാണ്, അപ്പോൾ പാൽപ്പല്ലുകൾ വന്നിരിക്കുന്നത് വിളിച്ച് കാണിക്കുകയാണ്. തനക് തനക് സി ദൂത് കി ധന്തിയാ ദേഖോ നൈൻ സുഫൽ കരോ ആയി. ആനന്ദ് സഹിത് മഹർ തബായി മുഖ് ചിതവൻ ദൗ നൈൻ അധായി. അപ്പോൾ അവൾ പറയുകയാണ്, പുത്രൻ്റെ ചെറിയ പാൽപ്പല്ലുകൾ കാണുമ്പോൾ കണ്ണുകൾ ആനന്ദം കൊണ്ട് നിറയുകയാണ്. അപ്പോൾ ഈ പത്നിയുടെ വാക്കുകൾ കേട്ട് ആനന്ദത്തോടെ നന്ദഗോപർ വരികയും മനസ്സും ശരീരവും സന്തോഷം കൊണ്ട് നിറയുകയും ചെയ്യുന്നു. അങ്ങനെയാണ് സൂർദാസ് പറയുന്നത്. സൂർ ശ്യാം കിൽക്കിത് ദ്വജ് ദേഖോ മനോ കമൽ പർ ബീജു ജമായി. അപ്പോൾ സൂർദാസ് എന്താ പറയുന്നത്? പൊട്ടിച്ചിരിക്കുന്ന കൃഷ്ണൻ്റെ പല്ലുകൾ കാണുമ്പോൾ ചുവന്ന താമരനോട് ഉപമിച്ചിരിക്കുകയാണ്. ചുവന്ന താമരയിൽ ഇടിമിന്നൽ പിണരുകൾ വരുന്ന പോലെ. അതായത് കൃഷ്ണൻ്റെ സൗന്ദര്യം ഉപമിക്കാൻ സാധിക്കാത്തതാണ്. അവൻ്റെ ചേഷ്ടകൾ എന്താണ്? ഹൃദയഹാരിയും ഏറ്റവും ഉന്നതവുമാണ്. അപ്പോൾ ചുവന്ന താമരയിൽ ഇടിമിന്നൽ വരുമ്പോൾ ഉള്ള പോലെയാണ് പാൽപ്പല്ലുകൾ. അത്ര വെളുപ്പാണെന്നാണ് പറയുന്നത്. വെള്ള കളറിലാണ് കൃഷ്ണൻ്റെ പല്ല് ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഇതാണ് കൃഷ്ണനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ. അതായത് കുഞ്ഞായിരിക്കുമ്പോൾ കൃഷ്ണൻ്റെ പാൽപ്പല്ലുകളെ കുറിച്ചാണ് കവി ഇതിൻ്റെ അകത്ത് വർണ്ണിക്കുന്നത്. കവിയുടെ പേരാണ് സൂർദാസാണ് മേരേ ലാലിലെ യശോദയുടെ കുഞ്ഞായ കൃഷ്ണനെക്കുറിച്ച് വർണ്ണിക്കുന്നത്. സൂർദാസ് ഒരു ആസ്വാദന ടിപ്പണി വന്നിട്ടുണ്ട്, അത് താഴെ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കോ കേട്ടോ. സൂർദാസ് ഹിന്ദി സാഹിത്യ കൃഷ്ണഭക്തി ശാഖാക്കെ സർവശ്രേഷ്ഠ കവി ഹെ. സൂർദാസ് ഹിന്ദി സാഹിത്യത്തിലെ കൃഷ്ണഭക്തി ശാഖയിലെ ഏറ്റവും പ്രമുഖനായ ഒരു കവിയാണ്. उन्होंने ब्रजभाषा में ഭഗവാൻ കൃഷ്ണ की ലീലാओं का വർണ്ണൻ किया. കൃഷ്ണൻ്റെ ലീലകൾ, കൃഷ്ണൻ്റെ കളികളെല്ലാം വർണ്ണിച്ചിരിക്കുന്നത് ബ്രജഭാഷയിലായിരുന്നു. പ്രസ്തുത പദ സൂർദാസ് കെ ബാലലീല കാ പദ് ഹെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് സൂർദാസ് വർണ്ണിച്ചിരിക്കുന്ന കൃഷ്ണൻ്റെ ചേഷ്ടകൾ, കൃഷ്ണൻ്റെ കുഞ്ഞിലെയുള്ള കളികളെക്കുറിച്ചാണ് ഇതിൻ്റെ അകത്ത് വർണ്ണിച്ചിരിക്കുന്നത്. ജോ സൂർ സാഗർ സെ ലിയാ ഗയ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമായ സൂർ സാഗർ എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് സൂർദാസിൻ്റെ ഈ കൃഷ്ണൻ്റെ അതായത് കുഞ്ഞിലുള്ള കുഞ്ഞിക്കളികളെല്ലാം വർണ്ണിച്ചിരിക്കുന്നത്. അതെന്താ പറയുന്നത്? അപ്പനെ ബേട്ടേക്ക മുഖ് ദേക്കർ മാത യശോദ ബഹുത്ത് ഖുഷ്. അപ്പോൾ ആ പോയത്തിൻ്റെ സമ്മറിയാണ്. തൻ്റെ കുഞ്ഞിൻ്റെ മുഖം കണ്ടപ്പോഴേക്കും മാതാവ് യശോദയ്ക്ക് വളരെ സന്തോഷം തോന്നി. ബഹുത്ത് ഹർഷിക്കെ സാദ് അപ്പനെ ബേട്ടയ്ക്ക് ദൂത് കി ദാന്ത് ദേക്കർ ലാഡ് പ്യാർ മേ മഗ്ന യശോദ ക ഹോഷ് ഖോ ഗയാ ഹെ. അതായത് തൻ്റെ കുഞ്ഞിൻ്റെ സുന്ദരമായ പാൽപ്പല്ലുകൾ കണ്ടിട്ട് മതിമറന്ന് യശോദ സന്തോഷിക്കുകയാണ്. അതിൽ वह भाकर से अपने पतिदेव नंद को बुलाकर पुत्र का सुंदर रूप देखने को कहते. പുറത്തു നിന്നിരുന്ന അതായത് നന്ദൻ അതായത് കൃഷ്ണൻ്റെ അച്ഛനെ വിളിച്ചിട്ട് പുത്രൻ്റെ സുന്ദരമായ മുഖം കാണുവാൻ പറയുന്നു. പുത്രക്ക് ചോട്ടെ ദാന്തുകോ ദേക്കർ ഉസ്കി ആങ്കെ സഫൽ ഹോത്തി ഹെ. കുഞ്ഞു പല്ലുകൾ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറയുകയാണ്. ഉനക്ക് മുഖ അവ ദൃഷ്ടി ഖുഷി സെ ഭർഗെ. അദ്ദേഹത്തിൻ്റെ മുഖവും കണ്ണുകളും സന്തോഷം കൊണ്ട് നിറഞ്ഞു. സൂർദാസ് കഹത്തെ ഹെ കി കിൽക്കാരി കർനെ വാലെ കൃഷ്ണ കെ ദാന്തോ കോ ദേക്കർ ऐसा लगता है मानो കമൽ പർ ബിജലി ജം ഗയ. അപ്പോൾ കൃഷ്ണൻ കുറിച്ച് സൂർദാസ് എന്താ പറയുന്നത്? കൃഷ്ണൻ്റെ പല്ലുകൾ കണ്ടിട്ട് എങ്ങനെ തോന്നുന്നത്? അതായത് ചുവന്ന താമരയിൽ ഇടിമിന്നൽ പിണരുകൾ വീഴുമ്പോൾ ഉണ്ടാകുന്ന വെളുപ്പ് പോലെയാണ് തോന്നുന്നത്.
അപ്പോൾ ശ്രീകൃഷ്ണക്ക് സൗന്ദര്യം അനുപമ, ശ്രീകൃഷ്ണൻ്റെ സൗന്ദര്യം വർണ്ണിക്കാൻ പറ്റാത്തതാണ്. ബച്ചോക്കു തേക്കർ മാ ബാപ്പ് സബ് കുച്ച് ഭൂൽ ജാത്തെ. അപ്പോൾ കുഞ്ഞുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ എന്താണ്, അച്ഛനും അമ്മയ്ക്കും എല്ലാം തന്നെ മറന്നു പോകുന്നു. അപ്പോൾ കൃഷ്ണൻ്റെ പല്ലുകളെയാണ് ഈ ഫസ്റ്റ് പോയത്തിൽ വിവരിച്ചിരിക്കുന്നത്. സെക്കൻഡ് പോയം ഉണ്ട്. അപ്പോൾ ഇത് കഴിയുമ്പോൾ സെക്കൻഡ് പോയം.